എന്നാൽ പിന്നെ നമുക്ക് ചോറുണ്ടല്ലോ. അതിൽ നിങ്ങൾക്ക് പപ്പടം കാച്ചാട്ടോ. പപ്പടം കാച്ചില്ലെങ്കിൽ ചോറ് കൊണ്ടൊരു പ്രതീതിയില്ല. എനിക്ക് ഈ ശീലം കിട്ടിയത് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന് ചേട്ടൻ്റെ വീട്ടിൽ നിന്നപ്പോഴാണ്. അവിടെ എന്നും ഉച്ചയ്ക്ക് പപ്പടം വറുക്കും. അതിൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് ചോറിന് പപ്പടം വേണം. അങ്കൂസിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ 12:30 അവളുടെ ക്ലാസ് കഴിയും. നടന്നു വരുന്നത് കൊണ്ട് 12:50 വീടെത്തിട്ടോ. നല്ല ചുടാവി പരക്കുന്ന ചോറും ബീൻസും ക്യാരറ്റും തോരനും നല്ല മുട്ടക്കറിയും പിന്നെ പപ്പടം വറുത്തതും കൂട്ടി അവൾക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ മുട്ടക്കറി കണ്ടോ. മുട്ടയിൽ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ കുറുകി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യാൻ മറക്കരുതേ. മുട്ടക്കറി ഉണ്ടാക്കുന്നതും തോരൻ്റെയും ഷോർട്സ് ഞാൻ താഴെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. സ്കൂളിൽ നിന്ന് നടന്നു വരുന്നത് കൊണ്ട് പുള്ളിക്കാരത്തിക്ക് നല്ല വിശപ്പാണ് കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ആൾക്ക് ഞാൻ ചോറ് കൊടുക്കുകയും അങ്ങനെ മോൾക്ക് ചോറ് കൊടുത്ത് പിന്നെ ഞാനും ചോറ് കഴിച്ച് പിന്നെ അടുക്കളയിൽ നോക്കുമ്പോഴേക്ക് നിറയെ പാത്രങ്ങളാട്ടോ. ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളെ കൊണ്ടുവരേണ്ട നേരെ. അപ്പോൾ മോളെ കൊണ്ടുവരാനായിട്ട് പോയി. അപ്പോൾ പാത്രങ്ങളൊന്നും കഴിക്കണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് അവൾക്ക് ചോറൊക്കെ കൊടുത്ത് അവളെ ഇരുത്തിയിട്ടാണ് ഞാൻ പിന്നെ പാത്രം കഴുകാനായിട്ട് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.